വാർത്തകൾ തുടരുന്നു. ജോലി വാഗ്ദാനം നൽകി കോഴ വാങ്ങിയ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ കൈമാറാൻ ഗവർണറുടെ അനുമതി. വിവരങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇക്കാര്യത്തിൽ ഗവർണർ നേരത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് ഗവർണറുടെ മനംമാറ്റത്തിന് കാരണം? വിജി, ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടിയാണ് സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ കൈമാറ്റം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം കെ സ്റ്റാലിൻ ഗവർണർ ആർ രവിക്ക് ശുപാർശ നൽകിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ മറ്റ് രണ്ട് മന്ത്രിമാർക്ക് മാറ്റി നൽകണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്തണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ തമിഴ്നാട് ഗവർണർ ഇത് അംഗീകരിക്കാത്ത ഒരു സ്ഥിതി വരികയായിരുന്നു. രാവിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഗവർണർ സർക്കാർ പോര് ഉടലെടുത്തു എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഗവർണർ ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത്. സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ രണ്ട് മന്ത്രിമാർക്ക് നൽകും. വൈദ്യുതി വകുപ്പ് തങ്കം തെന്നരസനും അതോടൊപ്പം തന്നെ എക്സൈസ് മുത്തുസ്വാമിക്കും നൽകാനാണ് ഇപ്പോൾ ഗവർണർ അനുമതി നൽകിയത്. എന്നാൽ വകുപ്പില്ലാ മന്ത്രിയെ തുടരുന്നതിൽ ഗവർണർ അദ്ദേഹത്തിന് അത്തരത്തിലൊരു താല്പര്യം ഇല്ല എന്നൊരു കാര്യം കൂടെ പുറത്തു വരുന്നു. വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്ന കാര്യത്തിൽ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവർണർ സർക്കാർ പോര് അവിടെ വീണ്ടും രൂക്ഷമാവുന്നതിന്റെ ഇടയാണ് ഒരു ഗവർണർ വഴങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ പോയത്. അതായത് സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ രണ്ട് മന്ത്രിമാർക്ക് നൽകാമെന്നൊരു കാര്യത്തിൽ ഒരു അംഗീകാരം ഗവർണർ നൽകിയിരിക്കുന്നു. വകുപ്പ് കൈമാറ്റം ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. എക്സൈസ് വകുപ്പ് തങ്കം തെന്നരസനും അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പ് തങ്കം തെന്നരസനും അതോടൊപ്പം എക്സൈസ് മുത്തുസ്വാമിക്കും കൈമാറ്റം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഇഡി അറസ്റ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഈ സെന്തിൽ അദ്ദേഹത്തിന്റെ ആ മന്ത്രിയുടെ സഹോദരനും കൂടെ ഒരു ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയെന്നാണ് അറിയുന്ന മറ്റൊരു വിവരം. അശോക് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര്. അദ്ദേഹത്തിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിലെ ഗുണഭോക്താവ് വരുമാനം സമ്പാദിച്ച ആള് ഈ അശോക് കുമാർ ആണെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജോലി വാഗ്ദാനം ചെയ്ത് ഈ കോഴ വാങ്ങിയെന്ന കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കൈമാറാൻ ഇപ്പോൾ ഈ ഗവർണർ അനുവദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത, അദ്ദേഹത്തിന്റെ സഹോദരൻ അതായത് സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു. പണം സമ്പാദിച്ചതിന്റെ ഗുണഭോക്താവ് ഈ അശോക് കുമാർ ആണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഫിജി. ശരി ഉണ്ണികൃഷ്ണൻ.